നമസ്കാരം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ സൂപ്പും അതേപോലെ തന്നെ എഗ്ഗ് കൊണ്ടുള്ള നമ്മുടെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ സൂപ്പാണ്. തക്കാളി കൊണ്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് ടൊമാറ്റോ സൂപ്പിന് വേണ്ടിയുള്ളൊരു പൗഡറുണ്ട്. പൗഡർ വേണം, ഒരു പാക്കറ്റ്, ചെറിയൊരു പാക്കറ്റ്. അതേപോലെ തന്നെ പിന്നെ വേണ്ടത് തക്കാളി വേണം. ചെറിയൊരു 1-2 തക്കാളി മാത്രം മതി. അതേപോലെ തന്നെ കുറച്ച് ഉള്ളി, അതേപോലെ തന്നെ കുറച്ച് തക്കാളി സൂപ്പ്, അതേപോലെ തന്നെ കുറച്ച് മല്ലിയില മാത്രമാണ് വേണ്ടത്. ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ആദ്യമായി നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ അരിയാൻ പോവുകയാണ്. ആദ്യമായി ചെയ്യാൻ പോകുന്നത് തക്കാളി അരിയാൻ പോവുകയാണ്. ആദ്യം വട്ടത്തിൽ അരി, അതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് തക്കാളി കുഴപ്പമില്ല, എടുത്തു. നമുക്ക് ആവശ്യമുള്ള തക്കാളി ഇപ്പോൾ അരിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അരിഞ്ഞ തക്കാളിയെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നു. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളിയാണ്. വളരെ കുറച്ച് ഉള്ളി മാത്രം മതി, ചെറിയ പീസുകളായിട്ട് ഉള്ളി അരിയുക. വളരെ കുറച്ച് മാത്രം ഉള്ളി മതി. അതിനുശേഷം ഈ മുറിച്ച ഉള്ളിയെ നമ്മൾ നേരത്തെ ഇട്ട പാത്രത്തിലേക്ക് വീണ്ടും മാറ്റിയാണ്, അതിട്ടിരിക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില സോസ്, നമ്മുടെ തക്കാളി സോസ് ഉണ്ടാക്കിയതിന് ശേഷം അവസാനം മാത്രം ഇടേണ്ട ഒരു ആവശ്യ വസ്തുവാണ്. ആദ്യം ഇട്ടാലും കുഴപ്പമില്ല. തൽക്കാലം നമുക്ക് ഇപ്പോൾ മുറിച്ച് വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് ചേർക്കാം. ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിയുക. നമുക്ക് വേണ്ട മല്ലിയില നമ്മൾ അരിഞ്ഞിരിക്കുകയാണ്. ഇനി മല്ലിയില നമ്മൾ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി സോസ്, ഇനി ആവശ്യമായിട്ടുള്ള തക്കാളിയിലേക്കും ഉള്ളിയിലേക്കും നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ പൗഡർ, ടൊമാറ്റോ സോസിനുള്ള പൗഡർ നമ്മൾ അതിലേക്ക് ഇടുകയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പൗഡർ നമ്മൾ അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പൗഡർ നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കവറിനകത്തുള്ള എല്ലാ പൗഡറും നമ്മൾ അതിലേക്ക് ഇടുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 500 ml വെള്ളം, അതായത് ഒരു ബോട്ടിലിന് പകുതിയോളം ഉള്ള വെള്ളം നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. 500 ml വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. 500 ml വെള്ളം ചേർത്തതിന് ശേഷം ഈ മിശ്രിതം നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർക്കേണ്ടതുണ്ട്. നമ്മൾ ഇളക്കി ചേർത്തിരിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ തരികളുണ്ടെങ്കിൽ തരികളെല്ലാം അതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മൾ ഗ്യാസ് കത്തിച്ചിരിക്കുകയാണ്. കത്തിച്ച ഗ്യാസിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പാത്രം നമ്മളതിലേക്ക് വയ്ക്കുകയാണ്. ചെറിയ ചൂട് മതി, വളരെ കുറച്ച് ചൂട് മാത്രം മതി. അതിലേക്ക് നമ്മൾ വെക്കുകയാണ്. നമ്മൾ വച്ചിരിക്കുകയാണ്. ഇനി പതുക്കെ അത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തക്കാളി സോസിന് ആവശ്യമായ പൗഡറും തക്കാളിയും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും എല്ലാം ചേർത്ത് നമ്മുടെ മിശ്രിതം നമ്മൾ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഏകദേശം 5 മിനിറ്റ് നേരത്തേക്കാണ് ഇത് ചൂടാക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ ചൂടിൽ അത് 5 മിനിറ്റത്തേക്ക് ചൂടാക്കാൻ വയ്ക്കുക. 5 മിനിറ്റ് ശേഷം നമുക്ക് ഈ സോസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി 5 മിനിറ്റ് നമ്മൾ വയ്ക്കുകയാണ്.
നമസ്കാരം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അതിനാവശ്യമായ വസ്തുക്കൾ മുട്ട, ഒരു 3 മുട്ടയെങ്കിലും വേണം. അതിനുശേഷം ബ്രെഡ്, ഒരു പാക്കറ്റ് ബ്രെഡ്. ഒരു പാക്കറ്റ് ആവശ്യമില്ല, നമുക്ക് 3-4 ബ്രെഡ് ആവശ്യത്തിനുള്ള ബ്രെഡ് വേണം. ഇനി അടുത്ത വേണ്ടത് ടൊമാറ്റോ സോസ് വേണം. അതിനുശേഷം മല്ലിയില, കുറച്ച് മല്ലിയില. പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളി, അതേപോലെ തന്നെ ചെറിയ വെള്ളരി, സലാഡ് വെള്ളരി ചെറുത്. അതിനുശേഷം വേണ്ടത് ഒരു ചെറിയൊരു ക്യാരറ്റ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെറിയ ഒരു ക്യാബേജിൻ്റെ പീസ്. അതിനുശേഷം നമുക്ക് വേണ്ടത് മയണൈസ് എന്നുള്ള സാധനം, മയണൈസ്. പിന്നെ വേണ്ടത് ബട്ടർ, ഒരു ചെറിയ പീസ് ബട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്, ബട്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയുള്ള പച്ചക്കറികൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ വെള്ളരി കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്ക് ആവശ്യമുള്ള വെള്ളരി ചെറിയ പീസുകൾ, വളരെ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്യാം. വലിയ വെള്ളരിയല്ല, സലാഡിന് ഉപയോഗിക്കുന്ന ചെറിയ വെള്ളരിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. 5-6 പീസുകൾ നമ്മൾ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത വെള്ളരിയെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സാൻഡ്വിച്ചിന് ആവശ്യമായ മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉള്ളിയാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. ഇനി അതിനുശേഷം സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഉള്ളിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെറിയ പീസുകളാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ വട്ടത്തിലാണ് അരിയേണ്ടത്, വട്ടത്തിൽ അരിയാണ്. നമ്മൾ ഉള്ളി അരിഞ്ഞിരിക്കുകയാണ്. ഈ ഉള്ളി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിതൊരു ആവശ്യമായിട്ടുള്ള വെള്ളരി മുറിച്ചു, ഉള്ളി മുറിച്ചു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടിയുള്ള തക്കാളി ചെറിയ പീസുകളായിട്ട് അരിയുക. നമ്മൾ വേണ്ട തക്കാളിയും ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മൾ മുറിച്ചിരിക്കുന്ന തക്കാളിയും ഉള്ളിയും ഒക്കെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വട്ടത്തിലരിഞ്ഞ ഉള്ളി, അതേപോലെ തന്നെ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഉള്ളി. അത് രണ്ടും പ്രത്യേകം 2 രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, ഇത് ചെറിയ പീസിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ചെറിയ പീസുകളായിട്ട് അരിയുക, വട്ടത്തിൽ ചെറിയ പീസുകളായിട്ട് അരിയുക. ഇത് മുട്ട തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞിരിക്കുക. ഇപ്പോൾ നമ്മൾ അരിഞ്ഞിരിക്കുന്ന പച്ചമുളകിനെ നമ്മൾ നേരത്തെ മുറിച്ചിരിക്കുന്ന പച്ചക്കറികളോട് ചേർത്തിരിക്കുക. ഇനി ആവശ്യമുള്ളത് മല്ലിയിലയാണ്. മല്ലിയില നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട തയ്യാറാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് മുട്ട. 3 മുട്ടയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ മുട്ട നമ്മൾ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഒരു മുട്ട ഒഴിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ മുട്ട ഒഴിച്ചിരിക്കുകയാണ്. അതിനുശേഷം 3ാമത്തെ മുട്ടയെ നമ്മൾ ഒഴിച്ചിരിക്കുക. മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വട്ടത്തിൽ അരിഞ്ഞ ഉള്ളിയല്ല, ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് നമ്മൾ അതിലേക്ക് ഇടേണ്ടത്. ചെറിയ പീസുകളായി അരിഞ്ഞ ഉള്ളി അതിലേക്ക് നമ്മൾ ഇടുക.
അതിലേക്ക് ഇടുക. ആവശ്യമുള്ളവർ കൂടുതൽ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് വേണ്ട മാത്രം, കുറച്ച് ആവശ്യമുള്ളവർ കുറച്ച് ഉള്ളി ഉപയോഗിച്ചാൽ മതി. ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും നമ്മളിടും. ആവശ്യമുള്ളവർക്ക് കുറച്ച് മല്ലിയില, അധികം വേണമെന്നില്ല, കുറച്ച് മല്ലിയില മാത്രം അതിലേക്ക് ഇടുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടിയുള്ള, ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ചേർത്തിരിക്കണം. അതേപോലെ തന്നെ ആവശ്യമുള്ളവർ കുറച്ച് മല്ലിയില ചേർക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർക്കുക. കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിരിക്കുക. ഇനി ഈ മുട്ടയും ഉള്ളിയും പച്ചമുളകും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കി ചേർക്കുക. നല്ലൊരു മിശ്രിതമാവുന്നത് വരെ നമ്മൾ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഓംലെറ്റിന്റെ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പോകും. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ചിരിക്കണം. നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മുടെ പാത്രം വെച്ചിരിക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിശ്രിതം അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നു. ഗ്യാസ് നല്ലപോലെ കത്തിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് മാത്രം ഒഴിക്കുക. നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതത്തിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള മുട്ട തയ്യാറാക്കിയ മുട്ടയെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം അതിനെ ചെറിയ പീസുകളാക്കി മുറിച്ച് മാറ്റുക. ചെറിയ പീസുകളായിട്ട് നമ്മൾ മുറിച്ച് മാറ്റിക്കുക. മുട്ട മുഴുവനും നമ്മൾ പാത്രത്തിൽ. ഇനി ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. ഗ്യാസ് ഓഫ് ആക്കിയിരിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമായ, നമ്മളിതുവരെ മുട്ട തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ആ ബ്രെഡിലേക്ക് നമ്മൾ ഈ മുട്ടയും നമ്മൾ അരിഞ്ഞിട്ട് പച്ചക്കറി ചെയ്യാൻ പോകണം. നമുക്ക് 2 രീതി ചെയ്യാം. ബ്രെഡ് ഫുള്ളായിട്ട് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ബ്രെഡിനെ പകുതിയായിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ബ്രെഡ് പകുതിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ബ്രെഡ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നത് 2 രീതിയിൽ നമ്മൾ ചെയ്യാൻ പോകണം. ബ്രെഡ് ഫുള്ളും ബ്രെഡ് പകുതിയും. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത്, ആദ്യം ഒരു പീസ് ഉള്ളി അതിലേക്ക് വയ്ക്കുക. ഉള്ളി വെച്ചിരിക്കുകയാണ്. ഉള്ളി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഓരോ പീസ് തക്കാളിയുടെ വയ്ക്കുക. തക്കാളിയും വെച്ചിരിക്കുകയാണ്. ചെറിയ പീസ് തക്കാളി മാത്രം വെച്ചാൽ മതി. ആവശ്യമുള്ളവർ ഇനി അടുത്തായിട്ട് മയണൈസ് അല്ലെങ്കിൽ ബട്ടർ ആവശ്യമുള്ളവർ നമുക്ക് ആവശ്യമുള്ള മയണൈസ് അതിലേക്ക് തേക്കാൻ പോകുന്നു. മയണൈസിലേക്ക് മയണൈസ് ആവശ്യമുള്ളവർക്ക് മയണൈസ് അതിലേക്ക് തേക്കാവുന്നതാണ്. ആവശ്യാനുസരണം മയണൈസ് നമുക്ക് അതിലേക്ക് തേക്കാം. അധികം വേണമെന്നില്ല, ആവശ്യമുള്ളത്ര മാത്രം തേച്ചാൽ മതി. മയണൈസ് വെച്ചു, ഉള്ളി വെച്ചു, തക്കാളി വെച്ചു, വീണ്ടും മയണൈസ് തേച്ചു. മയണൈസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാൻ മതി, കുറച്ച് മാത്രം വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ തേച്ചിരിക്കണം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ തേച്ചിരിക്കണം. ഇനി ഇവിടെയും നമ്മൾ കുറേശ്ശെ മയണൈസ് തേക്കണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ സോസ് ആവശ്യമുള്ളവർക്ക് ടൊമാറ്റോ സോസ് അതിലേക്ക് ചേർക്കാനുള്ള അവസരം. ടൊമാറ്റോ സോസ് നമ്മൾ ആവശ്യമുള്ളവർ അതിലേക്ക് കുറേശ്ശെ ടൊമാറ്റോ സോസ് കുറച്ച് മാത്രം മതി. ആവശ്യമുള്ളവർ കൂടുതൽ ഉപയോഗിക്കാം. കുറച്ച് മാത്രം ചേർക്കാം. കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ഉപയോഗിക്കാം. ഇനി അടുത്തായിട്ട് വെള്ളരി ആവശ്യമുള്ളവർക്ക് ചെറിയ ഓരോ പീസ് വെള്ളരിയും അതിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇനി അടുത്ത മല്ലിയില ആവശ്യമുള്ളവർക്ക് കുറേശ്ശെ മല്ലിയില അതിലേക്ക് വയ്ക്കാം. മല്ലിയില വെച്ച് നമ്മൾ നമ്മുടെ ബ്രെഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം വെച്ചിരിക്കുകയാണ്. മയണൈസ് വെച്ചു,
ടൊമാറ്റോ സോസ് വെച്ചു, അതുപോലെ തക്കാളി, അതേപോലെ തന്നെ വെള്ളരിക്ക വെച്ചു, മല്ലിയില എല്ലാം വെച്ചു. ഇനി അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ ഓംലെറ്റ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓംലെറ്റ് നമ്മൾ അതിലേക്ക് വയ്ക്കണം. ആവശ്യമുള്ളത് കൂടുതൽ ഓംലെറ്റ് അതിലേക്ക് വയ്ക്കാം. ആവശ്യമുള്ളത് കുറച്ച് മാത്രം വെച്ചാൽ മതി. കുറേശ്ശെ ഓംലെറ്റ് അതിലേക്ക് നമുക്ക് പകർന്നു വയ്ക്കാം. ഓംലെറ്റ് വെച്ചിരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് അധികം ഓംലെറ്റ് ആവശ്യമുള്ളത് അധികം വയ്ക്കാവുന്നതാണ്. ഓംലെറ്റ് നമ്മൾ അതിലേക്ക് ചേർത്തിരിക്കും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ വച്ചിരിക്കുന്ന ഓംലെറ്റ് പച്ചക്കറികളും അതേപോലെ തന്നെ മയണൈസും ബട്ടറും എല്ലാം ചേർത്ത് നമ്മൾ ഇതിൽ ബട്ടർ ചേർത്തില്ല. ഇനി ബട്ടർ ആവശ്യമുള്ളവർ മാത്രം കുറേശ്ശെ ബട്ടർ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇനി അടുത്ത് ബട്ടർ ചെയ്യണം. ബട്ടർ അധികം ആവശ്യമില്ല, ചെറിയൊരു പീസ് മാത്രം ആവശ്യമുള്ളത് മാത്രം വയ്ക്കും. നമ്മളിവിടെ ചെറിയ പീസ് ബട്ടർ അരിഞ്ഞെടുത്തിരിക്കണം. ബട്ടർ നമ്മൾ അതിലേക്ക് വെച്ചിരിക്കണം. ആവശ്യമുള്ളത് മാത്രം ബട്ടർ വെച്ചാൽ മതി. നമ്മൾ ബട്ടറും അതിലേക്ക് വച്ചിരിക്കുക. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ പച്ചക്കറികളും ബട്ടറും അതെല്ലാം മയണൈസും എല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുന്ന ഈ നമ്മൾ സാൻഡ്വിച്ചിനെ നമ്മൾ ചേർക്കാൻ പോവുകയാണ്. ചേർത്തതിന് ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ആദ്യം ഒരു പാത്രം എടുക്കുക. പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ട എല്ലാം നമ്മൾ ചേർത്ത് അതിലേക്ക് വയ്ക്കുകയാണ്. വെള്ളം വെച്ചിരിക്കുകയാണ്. അതിനുശേഷം രണ്ടാമത് നമ്മൾ അതിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. രണ്ടാമതും വെച്ചു. നമ്മൾ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കിയത്. വലിയ ബ്രെഡ് പീസും അതുപോലെ ചെറിയ ബ്രെഡ് പീസും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർക്ക് ചെറിയ പീസ് ക്യാരറ്റ് നമുക്ക് അതിലേക്ക് വെക്കാം. ചെറിയ പീസ് ക്യാരറ്റ് ആവശ്യമുള്ളവർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ക്യാരറ്റ് അതിലേക്ക് വെക്കാം. അതിൻ്റെ എല്ലാം മുകളിലേക്ക് നമ്മൾ ഓരോ ക്യാരറ്റ് വെച്ചിരിക്കണം. ക്യാരറ്റ് വെച്ചു. അതേപോലെ മല്ലിയില ആവശ്യമുള്ളവർ കുറച്ച് മല്ലിയിലയും അതിന് മുകളിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇനി അതിന് മുകളിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുവാണ് ടൊമാറ്റോ സോസ്. ആവശ്യമുള്ളവർ മാത്രം കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ അതിന് മുകളിലേക്ക് ഒഴിക്കാവുന്നതാണ്. ടൊമാറ്റോ സോസ് ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള സാൻഡ്വിച്ച് തയ്യാറായിരിക്കണം. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട കൊണ്ടുള്ള സാൻഡ്വിച്ചും അതേപോലെ തന്നെ ടൊമാറ്റോ കൊണ്ടുള്ള ഒരു സൂപ്പുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വസ്തുക്കൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സൂപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ പകർന്നു വയ്ക്കാൻ പോവുകയാണ്. പാത്രം എടുക്കുക. ആവശ്യമുള്ള സൂപ്പ് അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിരിക്കുന്നു. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂണൂടെ കൊടുക്കാവുന്നതാണ്. സ്പൂൺ നമ്മൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സാൻഡ്വിച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ തക്കാളി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൂപ്പ് റെഡിയാണ്. എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മുട്ട കൊണ്ടുള്ള സാൻഡ്വിച്ചും അതേപോലെ തന്നെ തക്കാളി വെറും 10-15 മിനിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.